പ്രശസ്ത നടനായിരുന്ന ബാലൻ കെ നായരുടെ മകൻ മേഘനാഥൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയാകുകയും ചെയ്ത ഈ ഒരു വേളയിൽ മലയാള സിനിമാ ലോകം ബാലൻ കെ നായർ എന്ന അതുല്യ കലാകാരനോടും കുടുംബത്തോടും ചെയ്ത കുറച്ചേറെ ക്രൂരതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിറം പിടിപ്പിച്ച സിനിമാ ലോകത്തിൻ്റെ പിറകിലുള്ള വൃത്തികെട്ട മുഖത്തെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മേഘനാഥൻ തന്നെ പറഞ്ഞ ചില വാക്കുകളിലൂടെയാണ്. കൃത്യമായി കണക്ക് പറഞ്ഞ് പ്രതിഫലം വാങ്ങാൻ അറിയാത്ത ഒരു നടനായിരുന്നു ബാലൻ കെ നായർ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അദ്ദേഹം രോഗബാധിതനാകുകയും വല്ലാത്ത ദാരിദ്ര്യത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയൊക്കെയാണ് കടന്നുപോയത്. ഒരു ചാക്ക് നിറയെ വണ്ടിച്ചക്കായിരുന്നു ബാലൻ കെ നായർക്കുണ്ടായിരുന്ന സമ്പാദ്യം എന്ന് പറയുന്നതാവാം കൂടുതൽ ശരി. അതായത് എല്ലാവരും നല്ല പ്രതിഫലമൊക്കെ ബാലൻ കെ നായർക്ക് നൽകും, അത് ചെക്കായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ചെക്ക് ബാങ്കിൽ മാറാൻ ചെല്ലുമ്പോൾ ഒരിക്കലും പൈസ ഉണ്ടാവത്തില്ല. എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ബാലൻ കെ നായർ വല്ലാത്ത ദുഷ്ടനായ ഒരു വ്യക്തിയാണ്. ജയനെ കൊന്നുകളഞ്ഞ ഒരു വ്യക്തിയാണ്. അതായത് കോടികളൊക്കത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ജയനെ ഹെലികോപ്റ്ററിൽ നിന്ന് ചവിട്ടി താഴെയിട്ടു. അങ്ങനെ ജയനെ മനഃപൂർവ്വം നശിപ്പിച്ചു. അല്ലെങ്കിൽ സിനിമയിലേക്ക് പ്രശസ്തനായി വരുന്ന ജയൻ്റെ വളർച്ചയിൽ അസൂയ പോണ്ട ബാലൻ കെ നായരും സോമനും ഒക്കെ കൂടെ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ജയൻ്റെ മരണമെന്ന് ഒരു കാലത്ത് ഏതൊക്കെയോ മാധ്യമങ്ങൾ പടച്ചുവിട്ടു. ഇതിൻ്റെ അനന്തരഫലം മുഴുവനും ജീവിതത്തിൽ ഒരു പരിധിവരെയും അനുഭവിച്ചു തീർക്കേണ്ട ഗതികേടും ബാലൻ കെ നായർക്കുണ്ടായി. പിന്നീട് പലരും അദ്ദേഹത്തെ ജയൻ്റെ കൊലയാളി എന്ന രീതിയിൽ തന്നെയാണ് കണ്ടത്. പക്ഷേ ഈ ഒരു വാർത്ത ബാലൻ കെ നായരെ കുറച്ചു കാലമൊക്കെ ബുദ്ധിമുട്ടിച്ചെങ്കിലും സിനിമാ ലോകം എന്താണ്, ഈ ഗോസിപ്പ് എന്താണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അതിലധികം ആകപ്പാടെ തകർന്ന് വീട്ടിൽ കയറിയൊന്നും ഇരുന്നില്ല. പക്ഷേ ഈ സിനിമാ ലോകം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടും തൻ്റെ പിതാവിന് ഒരു തെറ്റും ചെയ്യാതെ ഏറ്റ ഇത്തരത്തിലുള്ള അപമാനം എന്താണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ സിനിമയിലൊക്കെ ഒരുപാട് അവസരം കിട്ടിയെങ്കിൽ പോലും മേഘനാഥൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് തൻ്റെ ജീവിതം കളഞ്ഞില്ല. അല്ലെങ്കിൽ സിനിമയിൽ ഒരുപാട് വേഷങ്ങൾ സ്വന്തമാക്കി പ്രശസ്തനായി ഇങ്ങനെ നടക്കണമെന്നൊന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. കാരണം തൻ്റെ പിതാവിന് ലഭിച്ചത് എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബാലൻ കെ നായർ എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്ത്രീകൾക്കൊരു പേടിയാണ്. വില്ലനാണ്, ബലാത്സംഗ വീരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് മറ്റു ചില കഥകൾ നമ്മളൊക്കെ ഞാൻ തന്നെയും പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഒരു കഥാപാത്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ റേപ്പ് സീനാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ അദ്ദേഹം വേണമെങ്കിൽ റേപ്പ് ചെയ്ത് കളയുമെന്ന്. അതായിരുന്നു ബാലൻ കെ നായർ. പക്ഷേ ബാലൻ കെ നായർ എന്ന ആ മനുഷ്യൻ്റെ നല്ല മുഖം, അഭിനയശേഷി, ഇതിനെയൊക്കെ വാഴ്ത്തുന്ന കുറേയേറെ ആളുകളുണ്ടെങ്കിലും അദ്ദേഹത്തെ വലിയൊരു ക്രൂരനായിട്ട് തന്നെ കാണുവാനായിരുന്നു പലർക്കും അന്നും ഇന്നും താല്പര്യം. അപ്പോൾ ബാലൻ കെ നായരെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ ജീവിതം, കുടുംബം, വിദ്യാഭ്യാസം ഇതിനൊക്കെയാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. സിനിമയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാമെന്നുള്ളൂ, അല്ലാതെ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തി അവർക്കൊരു ഭാവി ഉണ്ടാകണമെന്ന് കരുതി സിനിമയിൽ ബാലൻ കെ നായർ ഒരുപാട് തിരക്കായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഷൊർണൂർ നിർത്തി ഭാര്യയുടെ കുടുംബ സ്വത്ത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിർത്തി പഠിപ്പിച്ചു. പിന്നീട് അദ്ദേഹം മകനെ ചെന്നൈക്ക് കൊണ്ടുപോവുകയും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ പലപ്പോഴും ജീവിതത്തിൽ വളരെ സോഫ്റ്റായിട്ടുള്ള ഈ മേഘനാഥൻ എന്ന വ്യക്തി ഇത്തരത്തിലുള്ള വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കൊക്കെ ഒരുപാട് വേദന തോന്നുമായിരുന്നു. ഒരുപാട് ക്രൂരത നിറഞ്ഞു നിൽക്കുന്ന വില്ലൻ കഥാപാത്രങ്ങൾ തൻ്റെ അച്ഛനെ പോലെ തന്നെ തനിക്കും പകർന്നു കിട്ടിയപ്പോൾ വളരെ വേദനിച്ച മേഘനാഥൻ പല അവസരങ്ങളും വേണ്ടാന്ന് വെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ബാലൻ കെ നായർ എന്നുള്ള വില്ലനെ പോലെ തന്നെ ഒരു വില്ലനായ മകനെയായിരുന്നു സിനിമാ ലോകത്തിലെ പ്രമുഖർക്കൊക്കെ വേണ്ടിയിരുന്നത്. അതേ പാരമ്പര്യമുള്ള ആളുകളെ പേടിപ്പെടുത്തുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ അച്ഛന് കിട്ടിയ അതേ ചീത്തപ്പേര് തനിക്കും ഇനി വേണ്ട. ഒരുപാട് വേദനകൾ മേഘനാഥൻ എന്ന വ്യക്തി ആരോടും പങ്കുവയ്ക്കാതെ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് മാത്രമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അതൊന്നും സിനിമാ ലോകത്ത് അധികം ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ചെങ്കോല്, ഈ പുഴയും കടന്ന്, ഒരു മറവത്തൂർ കനവ്, ചന്ദ്രൻ ഉദിക്കുന്നതിൽ ഇങ്ങനെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടക്കാത്തതെന്ന് ചോദിച്ചാൽ
അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇത് മാത്രമായിരുന്നു: ജീവിതത്തിൽ കുറച്ച് സന്തോഷവും സമാധാനമൊക്കെ വേണം. അങ്ങനെ നല്ലൊരു കർഷകനായിട്ട് മാറി കൃഷിപ്പണിയിൽ സന്തോഷം കണ്ടെത്തി തൻ്റെ അമ്മയുടേത് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ താൻ ജീവിച്ച ആ നെൽകൃഷി, നെൽപ്പാടവും കാർഷിക ജീവിതവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. നമ്മളൊക്കെ ഒരിക്കൽ ഒരു തരത്തിലേക്ക് കേട്ടാൽ ഞെട്ടിപ്പോവും. ഇത്രയും മഹാനായില്ലെങ്കിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച അത്യാവശ്യ സാമ്പത്തിക ശേഷി എല്ലാം ഉള്ള ഈ ബാലൻ കെ നായരുടെ മകൻ ആദ്യമായിട്ട് വാങ്ങിയ വാഹനം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, കാറോ ജീപ്പോ ഒന്നുമല്ല, ഒരു ട്രാക്ടറായിരുന്നു. അപ്പം അത്രയും കൃഷിയെ സ്നേഹിച്ചിരുന്ന തനി നാട്ടിൻപുറത്തുകാരനായിട്ട് ജീവിക്കുകയും ആ വിശുദ്ധിയും മനസാക്ഷിയും നിഷ്കളങ്കതയൊക്കെ സ്വഭാവത്തിൽ അവസാനം വരെയും കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം ക്യാൻസർ രോഗബാധിതനായിരുന്നു, പോയി കാണുന്ന ആഗ്രഹിച്ചു, പലർക്കും നടന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ചാനൽ വന്ന വാർത്ത തന്നെയാണ് ഇദ്ദേഹവും ബാലൻ കെ നായരെ പോലെ അമിതമായ മദ്യപാനിയായിരുന്നു എന്നുള്ളതാണ്. ഈ സിനിമാ മേഖലയിലുള്ള എല്ലാവരും മദ്യപാനികളാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കുറേ ആളുകൾ മദ്യം കുടിച്ച് മരിക്കും. പക്ഷേ അദ്ദേഹം ക്യാൻസർ രോഗബാധിതനായിട്ട് മരിച്ചിട്ട് പോലും ഒരു മദ്യപനായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ അകാലത്തിൽ മരണപ്പെട്ടത് എന്നുള്ള രീതിയിലേക്കുള്ള പരാമർശങ്ങളൊക്കെയും ഒരു തരത്തിലുള്ള നന്ദികേടല്ലേ. എന്തുകൊണ്ട് ബാലൻ കെ നായരെ പോലെ നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ മകന് നൽകിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. അഭിനയശേഷി ഉണ്ടായിരുന്നിട്ടും ഇവരുടെ ആരുടെയും കയ്യേക്കാലെ പിടിച്ച് പുറകെ പട്ടീനെ പോലെ നടന്ന് കെഞ്ചി നടന്ന് വ്യക്തിത്വം പണയം വെച്ച് കുറച്ച് പൈസയോ പേരോ പ്രശസ്തിയോ ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതായത് ജീവിതത്തിൽ വളരെ നിർഭയനായ, ആരുടെ മുന്നിലും നട്ടല് വളയ്ക്കാത്ത നല്ലൊരു വ്യക്തിയായിരുന്നു മേഘനാഥൻ. അതുകൊണ്ടാണ് സിനിമയിൽ അദ്ദേഹം കൂടുതലൊന്നും ആകാതെ പോയത്. മറ്റു ചിലർ പറയും സിനിമയിൽ ആകാതെ പോയത് അദ്ദേഹത്തിൻ്റെ കഴിവുകേടാണ് എന്ന്. കഴിവുകേടല്ല, ആ ലോകം എന്താണെന്ന്, തൻ്റെ പിതാവിന് കൊടുത്ത നന്ദികേട് എന്താണെന്നും ആ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കണമെങ്കിൽ നമ്മൾ കാണിക്കേണ്ട വൃത്തികേടുകളും നട്ടല് വളയ്ക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെ വൃത്തികേടുകളിലൂടെ കടന്നു പോകണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീ വിഷയമൊന്നും ഇതുവരെ ആരും കേട്ടിട്ടില്ല. അപ്പം നമുക്കത് മനസ്സിലാക്കണം, വളരെ അടിസ്ഥാനപരമായിട്ട് നല്ലൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്നാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് നേടിയത്. അതിനുശേഷം 1983 PN മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രത്തിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട്, അല്ലെങ്കിൽ മേഘനാഥൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഏതാണ്ട് 40 കൊല്ലത്തോളം അദ്ദേഹം നിരവധി സിനിമകളിലും സീരിയലുകളിലൊക്കെ ആയിട്ട് നിറഞ്ഞു നിന്നു. ആദ്യകാലത്തൊക്കെ വില്ലൻ വേഷങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. പിന്നീട് അപൂർവമായിട്ട് മാത്രമാണ് ചില ക്യാരക്ടർ വേഷങ്ങൾ ലഭിച്ചത്. കടലോളം എന്ന മ്യൂസിക്കൽ ഹ്രസ്വചിത്രത്തിനാണ് അദ്ദേഹം അവസാനം അഭിനയിച്ചത്. അപ്പം അഭിനയത്തിനോട് താല്പര്യമുണ്ട്. ആ അച്ഛൻ ബാലൻ കെ നായരെ പോലെ തന്നെ നല്ല പ്രതിഭയുണ്ടായിട്ടും ഈ സിനിമാക്കാരുടെ മുന്നിലെ ഉള്ള ഈ നട്ടല് വളയ്ക്കുക, ഭിക്ഷാന്തേഹിയെ പോലെ അവസരങ്ങൾക്കായിട്ട് കാത്തുകെട്ടിക്കിടക്കുക, യാചിക്കുക, ഇങ്ങനെയുള്ള ശീലമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ലോകമറിയപ്പെടുന്ന വലിയൊരു മഹാനായ കലാകാരന എന്ന തരത്തിലേക്ക് 1000-500 സിനിമകളിൽ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത്. അത് അദ്ദേഹത്തിൻ്റെ കഴിവുകേടല്ല, ആ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഔന്നത്യം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വേണ്ട എന്ന ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ്